അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ യാത്ര ഇന്ന് മമ്പുറത്തേക്കായിരുന്നു. ഇബ്രാഹിം ഉസ്താദ് ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി ഉസ്താദിനെ കാണാൻ വേണ്ടി, പ്രത്യേകിച്ച് ഷൗക്കത്ത് അലി ഉസ്താദിന്റെ ഷാദിലി തരീക്കത്തിന്റെ ഇജാസത്ത് വാങ്ങിക്കാൻ വേണ്ടി ഉസ്താദ് അവിടെ എത്തിയിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ ഈ പ്രത്യേകിച്ച് മമ്പുറത്തേക്ക് ക്ഷണിക്കുകയും അൽഹംദുലില്ലാ അവിടെ വന്ന് സിയാറത്ത് ചെയ്യാനും മഹാന്മാരെ സന്ദർശിക്കാനൊക്കെ തൗഫീഖ് കിട്ടി. അക്കൂട്ടത്തിൽ നമുക്ക് ഉസ്താദിന്റെ ഉസ്താദായ ആലിക്കുട്ടി ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടുത്തി. അൽഹംദുലില്ലാ വിജ്ഞാനത്തിന്റെ സാഗരമാണ് ഉസ്താദ്. രണ്ട് വാക്ക് പറയാൻ വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഇതേപോലുള്ള ആലിമീങ്ങളെ കണ്ടെത്തി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പഴയ കാലത്ത്, അതായത് 1968 മുതൽ പ്രസംഗിക്കുന്ന ഒരു ഉസ്താദാണ്. അതായത് ദീനീ ദഅവത്ത് രംഗത്തുള്ള ആളാണ്. 68 മുതൽ പ്രസംഗ രംഗത്ത്. അപ്പൊ 1947 ഉസ്താദ് ജനിച്ചതാണ്. അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകുമാറാകട്ടെ. ദീർഘകാലം നമുക്ക് ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഷൗക്കത്ത് അലി ഉസ്താദിന്റെ വീഡിയോ അൽഹംദുലില്ലാ ജനങ്ങൾ ഇഷ്ടം പോലെ കാണുന്നു. അങ്ങനെ കണ്ടു എന്നെ വിളിച്ചു ഉസ്താദ് വന്നതാണ് ഇബ്രാഹിം ഉസ്താദ്. അപ്പൊ അതുകൊണ്ട് ഉസ്താദിനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഉസ്താദിന്റെ പഴയ കാലത്തെ, അതായത് എവിടെയെല്ലാം ഉസ്താദ് പ്രസംഗിച്ച് കാണും, ഒരുപാട് അറിവുകൾ പകർന്നു നൽകിയല്ലോ. അപ്പൊ അതിന് ഞങ്ങൾക്കൊന്നും ഒന്ന് പകർന്നു തന്നാൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സന്ദേശം കിട്ടിയാൽ ഉപകാരപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നല്ലൊരു കൂടിക്കാഴ്ചയാണ്. അവിചാരിതമായിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഇബ്രാഹിം സാഹിബിനെ കണ്ടുമുട്ടിയത്. മൂപ്പര് ഞാൻ പഴയ കാലത്ത് വയതിന് പോയിരുന്ന കാലത്ത് മമ്പുറത്ത് പല വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പള്ളിയും മദ്രസ ഉണ്ടാക്കാൻ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കല്. അതിൻ്റെ കലക്ഷൻ്റെ ഒരു എയ്ഡായിട്ട് എൻ്റെ ഇബ്രാഹിം കുട്ടീനെ, അന്ന് ചെറിയ കുട്ടിയാണ്, പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും കലക്ഷന് വേണ്ടി പറഞ്ഞേക്കും. ആ പരിചയം വെച്ചുകൊണ്ടാണ് മൂപ്പർക്ക് എങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഇന്നെ തെരഞ്ഞു കുട്ടി വന്നു. അങ്ങനെ ഞങ്ങളെ കണ്ടുമുട്ടി പല സന്ദർശനം നടത്തി, പല സ്ഥലത്തും പോയി. അവസാനമാണ് അബ്ദുസ്സലാം എന്ന ഒരു സമർത്ഥനായ ഒരു വ്യക്തിയെ ബൈ ചാൻസിൽ കണ്ടുമുട്ടി. അത് ഇബ്രാഹിം സുഹൃത്തിൻ്റെ ക്ഷണപ്രകാരം അബ്ദുസ്സലാം അമ്പലത്ത് വന്ന് എന്നോടും വിവരം പറഞ്ഞു, ഇങ്ങനെ അബ്ദുസ്സലാം വരുന്നുണ്ട്, നിങ്ങളൊന്ന് വരും അമ്പലത്ത് വന്ന് ഞങ്ങൾ സിയാറത്തൊക്കെ ചെയ്ത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വീഡിയോയിലൊക്കെ കുടുങ്ങി അതിലൊക്കെ കയറി ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ദീനീപരമായ ഒരുപാട് കാര്യങ്ങൾ, ദുന്യാവിലും ആഖിറത്തിലും കാര്യമുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത് ഞങ്ങൾ പിരിയാൻ നിൽക്കുകയാണ്. ഇപ്പോൾ പടച്ചവൻ നമ്മളുടെ ഈ കൂടിക്കാഴ്ചയും ഈ സ്നേഹവും ആഖിറത്തിലും അല്ലാഹു നിലനിർത്തി തരട്ടെ. സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നല്ലത് ചെയ്യാനും നല്ലത് പറയാനുണ്ട തൗഫീഖ് അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, നമുക്ക് ഉസ്താദിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കുറഞ്ഞ സമയത്ത് ആ ഇടപെടലുകൊണ്ട്, കാരണം നമ്മുടെ നിത്യവ്യായ, ഞാനിപ്പോ നേരത്തെ കേട്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ നിത്യ ഇബാദത്തുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ നിയ്യത്ത് മുതൽ ഉദൂ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് നമുക്ക് പകർന്നു തരാറുണ്ട്. കാരണം പഴയ കാലത്തെ പ്രസംഗത്തിൽ തന്നെ കാമ്പും കഴമ്പുള്ള പ്രസംഗങ്ങളാണ്. നല്ല അന്നത്തെ കാലത്ത് ഒരുപാട് ജനങ്ങളെ, പ്രത്യേകിച്ച് ഉസ്താദ് പറഞ്ഞില്ല, പള്ളികളിലേക്കൊക്കെ ഫണ്ട് പിരിവ്, അതായത് കാലത്ത് ഈ ഉസ്താദന്മാരെ പോലുള്ളവരുടെ നാവായിരുന്നു ഈ പള്ളികളൊക്കെ ഉയരാനും ദീനീ സ്ഥാപനങ്ങളുടെ ഒക്കെ നിലനിൽപ്പിനൊക്കെ ഉപയോഗിച്ചത്. അള്ളാഹു തആല അതൊക്കെ എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബന്ധം അള്ളാഹു തആല നമ്മുടെ സ്വർഗം വരെ എത്തിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.